പോരായ്മ എന്ന് പറയുന്ന വിഷയം മറക്കുക. അവിടെ നമ്മിലേക്ക് നമ്മൾ ടോർച്ചടിക്കണം. ആദ്യം നീ പോരായ്മ കണ്ടെത്തേണ്ടത് നിന്റേതാണ്. ഐബാദ്യം നോക്കേണ്ടത് നിന്റേതാണ്. നിന്റെ ഐബ് വിലയിരുത്താൻ വേണ്ടിയിട്ട് മറ്റൊരാൾ ഐബ് നീ നോക്കിയിട്ട് നിന്നിൽ അതുണ്ടോന്ന് നോക്കി തിരുത്തണമെങ്കിൽ തിരുത്താം. മറ്റൊരാളോട് പറയാനാകരുത്, പുച്ഛിക്കാനാകരുത്, തരം താഴ്ത്താനാകരുത്, താറടിക്കാനാകരുത്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാഇൽ പറയുന്നുണ്ട്, മറ്റൊരാളെ ഐബ് നീ നോക്കുന്നുണ്ടോ, നിന്നിൽ ഉണ്ടെങ്കിൽ തിരുത്താനാണെങ്കിൽ പറ്റും, പറയാനാകരുത്. അതിന് പെർമിറ്റ് ഇല്ല സഹോദര. എന്ത് യോഗ്യതയുള്ളത്? എന്ത് യോഗ്യത നമുക്കുള്ളത്? നിങ്ങൾ നോക്ക്, ഏതെങ്കിലും നല്ല ഒരു മനുഷ്യനെ, നല്ല ഒരു വ്യക്തിയെ വേട്ടയാടാതെ വിടുമോ? രക്ഷപ്പെടും. നല്ലോണം ബുദ്ധി കൊണ്ട് ചിന്തിക്കണം മുഅ്മിനായ മനുഷ്യൻ. ഈമാനുള്ളവൻ നല്ലോണം ചിന്തിച്ചേ പറയാൻ പറ്റൂ. ധൃതിപ്പെട്ടുകൊണ്ടൊരു കാര്യത്തിലും കൈയിടുന്നവനാകൂല. ഹദീസ് ഞാൻ വായിച്ചല്ലോ, വിശദമായി പറയാം. ഇതേ ആയത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവന്ന ഹദീസാണ്. അതുകൊണ്ട് ആയത്ത് മറക്കരുത്, വിഷയം മറക്കരുത്. വൈലുൽ ലികുല്ലി ഹുമസ, ജനങ്ങളെ പിറകിൽ നിന്ന് പോരായ്മ കണ്ടെത്തുന്നവർക്ക് സർവനാശം.